Hello friends, welcome back to Sanchari travel and foods vlog. അപ്പോൾ നമ്മളിന്ന് എത്തി നിൽക്കുന്നത് ഇതാ ഹോട്ടൽ മനോഹർ പാലസ് എന്ന് പറഞ്ഞുള്ള ഹോട്ടലാണ്. ഇതാ നമ്മളെ സെർച്ച് ചെയ്ത क्या नाम है भाई? രാജേഷ് ഭായ്. क्या नाम है? അരുൺ. അപ്പോൾ അരുൺ ഭായ് രാജേഷ് ഭായിൻ്റെ ഫ്രണ്ടാണ്. പിന്നെ നമ്മളെ സ്പെഷ്യൽ താങ്ക്സ് ഫോർ രവി ഭയ്യ, പിന്നെ നമ്മളെ റിസപ്ഷനിസ്റ്റ് ലക്ഷ്മൺ ഭായ്. ഇപ്പോൾ ഇവരൊക്കെയാണ് നമ്മളെ കൂടെ ഇന്നലെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളിവിടെ നിന്ന് യാത്ര ആവുകയാണ്. നമ്മളെ ചെക്കന്മാർ റെയിൽവേ പോയിട്ടുണ്ട്. അവർക്ക് കുറച്ച് സാധനങ്ങൾ അവിടെ വരുന്നുണ്ട്, അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോൾ നേരെ ഷോർട്ട് കട്ട് വഴി ഡൽഹി റോഡിൽ കയറിയിട്ടുണ്ട്. ഞാനിനി ഇത് വഴി കയറണം. ഞാൻ അവരുമായിട്ട് ഒരു 12 കിലോമീറ്റർ ഡിഫറൻറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വിട്ടാലോ? ഓക്കെ, ബൈ. കയറാൻ വേണ്ടി കുറച്ച് ചെറിയ ബുദ്ധിമുട്ടുണ്ട് അവിടെ. അപ്പോൾ അത് കാരണം അവരവിടുന്ന് സൈക്കിൾ പൊന്തിച്ചേക്കാൻ വേണ്ടിയിട്ട് ഹാർലി ഡേവിഡ്സനായിട്ട് വന്നിട്ടാണ്. നമ്മളെ ഹാർലി ഡേവിഡ്സനായിട്ട് നമ്മളവിടുന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളെ പിന്നാലെ വരികയാണ്. നമ്മളെ ബയ്യതാ ഹാർലി ഡേവിഡ്സനായിട്ട് നമ്മളെ ഇതാ ഹൈവേൻ്റെ മേലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് വന്നിക്കാണ്. इस तरफ जाने के लिए बंद कर दो उसको. बंद में कैसे जाते हैं? इधर से चढ़ाएगा उधर से. ओ मुश्किल है ना? अरे नहीं मुश्किल नहीं, इधर से चढ़ेगा. इधर से मुश्किल नहीं है, इधर से चढ़ेगा ऊपर. चलते हैं? हाँ इधर से चढ़ेगा ऊपर, उधर पार हो जाएगा. उधर की दिल्ली, इधर सीधे दिल्ली निकल जाएगा. ഓക്കെ. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് നമ്മളത് വണ്ടി പൊക്കി വെക്കണം. പൊക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബയ്യ നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. പൊക്കി വെക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടാണ്. ഓ ऊपर से चलता है. आप दो दिन जाओ आगे. हैं? ओके. चलते हैं. थोड़ा वेट होता है भैया, थोड़ा वेट ज़्यादा है. हाँ जी यार. थोड़ा ഭയ്യ അങ്ങനെ നമ്മളങ്ങനെ അത് മേലേക്ക് എത്തിച്ച് ഇൻ്റെ അമ്മോ कैसे ऊपर से चलते हैं. कहाँ से रहना एक गिलास थोड़ी उठी है. एक गिलास तो बंद पकड़ का और नीचे पीछे. ओह बहुत थैंक्स भैया, बहुत थैंक्स. थैंक यू वेरी मच. ओके, थैंक यू वेरी मच. धन्यवाद. और ओके उधर से അപ്പോൾ ഈ ഹെവി ടാസ്ക്കാണ് കംപ്ലീറ്റ് ആക്കിയത്.
ओके थैंक यू भैया तो सामान सही करो उसको थोड़ा ऐसे हाँ ओके सही करके इसको हाँ सही ओके थैंक यू भैया थैंक यू बहुत धन्यवाद भैया ओके ठीक है थैंक यू हैप्पी थैंक यू വെൽക്കം ഓക്കെ താങ്ക് യു ബൈ അപ്പോൾ പയ്യെ നമ്മളെ ഇവിടുന്ന് ഒരുപാട് ഹെൽപ്പ് ചെയ്ത് മറ്റേ ഒരുപാട് കിലോമീറ്റർ റിട്ടേൺ കറങ്ങണേ ഇവർ ഇവിടുന്ന് കയറ്റി വെച്ച് റെഡിയാക്കി തന്ന് അപ്പോൾ താങ്ക് യു ഓക്കെ താങ്ക് യു ഭയ്യ ഓക്കെ ബൈ അപ്പോൾ ഭയ്യ അവിടുന്ന് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. അതുപോലെ തന്നെ നമ്മളെ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ സെക്രട്ടറി അനിലേട്ടൻ അവരൊക്കെ നമ്മൾ തീർത്താ തീരാത്ത കടപ്പാടാണ് അവരോടൊക്കെ ഉള്ളത്. നമ്മളെ പിള്ളേരിവിടെ 2 കിലോമീറ്റർ ഫ്രണ്ടിലുണ്ട് എന്നാണ് പറഞ്ഞത്. ഹായ് बहुत बढ़िया दिल्ली हाँ कश्मीर जा रहे हैं हाँ क्या आपने खुद ने करा हुआ है? हाँ घर का वो एक्सेल से ऊपर का लूना बहुत बढ़िया यार ओके थैंक यू ओके बाय टू कश्मीर जा रहा है बढ़िया അവിടെ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. സ്ത്രീക്ക് നല്ല പരിക്കുണ്ടെന്ന്. നമ്മൾ നേരം 1:30 മണിയായിരിക്കണം. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ധാബയിൽ നിർത്തിയതാണ്. നമ്മളെ ആബീദ് ഇവിടെ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വേണം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഫുഡ് കഴിച്ച് നമ്മളെ പിള്ളേർ കുറച്ച് മുന്നേ പോയിട്ടുണ്ട്. ഞാൻ വീഡിയോ അപ്ലോഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ധാബതാണ്. നമ്മളെ ധാബയിൽ നിന്ന് വിട പറയുകയാണ്. ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ യാത്രയായി. നമ്മളെ ധാബിനോട് വിട പറഞ്ഞ് യാത്രയായി. അപ്പോൾ ഇതേ നമ്മളങ്ങനെ ഒരു ടോൾ പ്ലാസയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് ദ്വാൽപ്പാറ ബൈപ്പാസ് അങ്ങനെ എന്തോ ആണ് കൊടുത്തുള്ളത്. ഈ രാജസ്ഥാനിലെ ഡൽഹി റോഡിലുള്ളൊരു കാഴ്ച ഉണ്ടത്. ഫുള്ള് ചെറ്റ വീടുകൾ. അതായത് നമ്മുടെ നാട്ടിൽ പിന്നെ ഒരു 80കൾക്ക് മുമ്പുള്ള ടൈപ്പ്. അതുപോലെ തന്നെ എല്ലാ വീട്ടിലും ഒരുപാട് ആടുകളുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമ്മളെ മുന്നിൽ കണ്ടില്ലേ ഒരു മുട്ടക്കുന്ന് നിൽക്കുന്നുണ്ടില്ലേ. മലയാണ് കേട്ടോ. മല ചോറും മലയാണ്. വേണം നോക്കിയേ. നെല്ലിക്ക നിൽക്കണോക്കെ. ഒരു നെല്ലിക്ക തോട്ടം കണ്ടപ്പോൾ നിർത്തിയതാണ്. ഇത് എങ്ങോട്ട് നോക്കിയാൽ നിൽക്കുന്നത്. ഷിൻ്റെ പൊന്നു എന്തോരം നെല്ലിക്കയാണെന്നറിയോ.
നമുക്ക് അപ്പുറത്ത് ഇനി കാണുന്ന ഇവിടെ ആരെയും കാണുന്നില്ല, നമുക്ക് അപ്പുറത്ത് വേറെ ആരെയും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് ചോദിച്ചിട്ട് പൊട്ടിക്കാം. ഓക്കെ. ഓപ്പോസിറ്റ് സൈഡിൽ കണ്ടോ എന്ത് വലിയ മലയാണെന്ന് അറിയോ, എത്ര ഉയരണ്ടെന്ന് അറിയാം. ടീം ഇതാ ഇവിടെ ഉണ്ട്. ക്യാല വയ്യ. അപ്പോൾ പയ്യെ നമുക്ക് ചായ തരാൻ പറഞ്ഞ് വിളിച്ചിരിക്കുകയാണ്. പിന്നെ അപ്പോൾ നമുക്കൊന്ന് നെല്ലിക്ക പോയിട്ടൊന്ന് പറിക്കാം. ഓൻ ഇതിലൂടെ തന്നെ പോകാനാണ് പറയണത്. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഓ വമ്പൻ സെറ്റപ്പോട്ടാ. ഇത് കണ്ടോ നെല്ലിക്ക വലുതൊക്കെ ഉണ്ട് കേട്ടാ. സൂപ്പർ നെല്ലിക്ക. ആഹാ ആഹാ. വലിയ നെല്ലിക്ക കേട്ടോ. ആഹാ. നെല്ലിക്കൻ്റെ പടയാണ് മുന്നേറ മക്കളെ. ഇതൊക്കെ കണ്ടോ വലിയ നെല്ലിക്ക കേട്ടോ. ഉണ്ട നെല്ലിക്ക ഉണ്ടല്ലോ നമ്മളെ നാട്ടിൽ കൊണ്ടുവരുന്നേ, ആ സാധനമാണ്. അപ്പൊ അതെ ഇത് കണ്ടോ, കുറച്ച് പോക്കറ്റിലിട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ബയ്യെ നമ്മളെ ചായ കുടിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. ബയ്യൻ്റെ തോട്ടത്തിൽ നിന്ന് നമ്മൾ കുറച്ച് നെല്ലിക്ക കുറച്ചിട്ടുണ്ട്, കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, ഒപ്പം തിന്നും ചെയ്യാലോ. അപ്പോൾ ബയ്യനെ നമുക്ക് പരിചയപ്പെടാം. भैया नाम क्या है भैया? घनश्याम स्वामी। स्वामी राजस्थान। राजस्थान जयपुर। हाँ, इधर क्या बोला ये? बीलपुर गाँव है ये। विलेज चंदवाजी राजस्थान। ओके, थैंक यू भैया. ओके, धन्यवाद. ओके, बहुत अच्छा है, थैंक यू. ओके थैंक यू वेरी मच. ओके भैया. അപ്പോൾ ഭയ്യ നമുക്ക് ഇവിടുന്ന് ചായ ഒക്കെ തന്ന് बहुत धन्यवाद भैया. ओके थैंक यू भैया. ओके भाई. അപ്പോൾ ചായയൊക്കെ തന്ന് നമുക്ക് അവരെ നെല്ലിക്കത്തോട്ടത്തിൽ പോയിട്ട് ഒന്ന് ഷൂട്ട് ചെയ്യാനുള്ള അനുമതിയും തന്ന്. ഓക്കെ, നെല്ലിക്ക അവിടുന്ന് മൂപ്പര് പറഞ്ഞിട്ടെടുത്തല്ലേ. ഓക്കെ, താങ്ക് യു ഭായി. ഓക്കെ. പിന്നെ സ്വാമിജി ഭയ്യ, മൂപ്പര് അമ്പലത്തിലെ പൂജാരിയാണ്. മൂപ്പര് നമ്മളെ വളരെയധികം നല്ല രീതിയിൽ പിന്നെ ആതിഥേയ മര്യാദയോടുകൂടി മൂപ്പര് നമ്മളെ ക്ഷണിച്ച് ചായ ഒക്കെ സൽക്കരിച്ച് അവർ തന്നെയാണ് ആ തോട്ടത്തിൽ നിന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാനും പറിക്കാനൊക്കെ ഉള്ള പെർമിഷൻ തന്ന് വളരെ ഭയങ്കര മനസ്സ് വളരെയധികം നല്ല ഒരു സന്തോഷമുണ്ട് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ നെല്ലിക്കത്തോട്ടൊക്കെ കഴിഞ്ഞ് കുറച്ചൊരു ഏകദേശം എത്ര കിലോമീറ്റർ? 5 കിലോമീറ്റർ അല്ലേ? ഒരു 5 കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ നമുക്കിവിടെ ഒരു ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ ഒരു 7 കിലോമീറ്റർ ആണ്. ഇവിടെ രാജസ്ഥാനിൽ പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ട് വൈകിട്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ഇന്ന് ഇവിടെ തന്നെ സ്റ്റേ അടിക്കാം. അപ്പോൾ ഇതാ ഈ ഗാർഡനിൽ സ്റ്റേ അടിക്കാൻ വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ സ്റ്റേ ആക്കാനുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി അടിച്ച് പൊട്ടിച്ചേക്കണം. ഓക്കെ, പിന്നെ എൻ്റെ കൂടെ ഉള്ളത് ഓക്കെ. അപ്പോൾ പറഞ്ഞൊന്നും മറക്കണ്ട. നാളെ വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.